ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, മാം നല്ല ഫൗണ്ടേഷൻ ഒന്ന് പറഞ്ഞുതരാമോ, ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ നല്ല ഫൗണ്ടേഷൻ പറഞ്ഞു തരണം എന്നുള്ളത് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം, നല്ലൊരു ഫൗണ്ടേഷൻ പരിചയപ്പെടുത്തരാം. എല്ലാ സ്കിൻ ടോണിനും മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ എന്തിന് ഉപയോഗിക്കണോ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ മുഴുവൻ വീഡിയോയും മാക്സിമം വാച്ച് ചെയ്യുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് എപ്പോഴും മാക്സിമം മുഴുവനും കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവരും ആദ്യം ഏതാണ് പ്രൊഡക്റ്റ് ആദ്യം പേര് പറയൂ, അത് മാത്രം കണ്ടാൽ മതി, അങ്ങനെയല്ല. നമ്മൾ എന്തിന് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ മുഴുവൻ വീഡിയോ മാക്സിമം വാച്ച് ചെയ്യുക. മുഴുവൻ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫൗണ്ടേഷൻ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആക്ച്വലി നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മിക്ക ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയാണ് പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളത്. ഫൗണ്ടേഷൻ എന്നുള്ളത് നമുക്ക് മാക്സിമം കവറേജിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ സ്കിന്നിലുള്ള എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടോ അതിനെയൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു വൈറ്റ് വാഷ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒന്ന് വെളുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഫൗണ്ടേഷനെ കാണരുത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും കെമിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും കെമിക്കൽ കണ്ടൻറ്റ്. അപ്പോൾ ആ ഒരു കെമിക്കൽ നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ പ്രപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പ്രപ്പിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം. CTM, ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ. ഒരിക്കലും നമ്മൾ ഫൗണ്ടേഷൻ ഡയറക്റ്റായിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്നോട് കഴിഞ്ഞ ദിവസം പോലും ഒരാൾ എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, മാം ഫൗണ്ടേഷൻ നമ്മൾ പെട്ടെന്നൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇട്ടാൽ ഓക്കെ ആവുമോ എന്നുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കിൻ നല്ലപോലെ പ്രെപ്പ് ചെയ്തിട്ടേ നമ്മൾ ഫൗണ്ടേഷൻ, ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും, നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ എന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകാൻ പാടുള്ളൂ. പക്ഷേ അതിന് മുമ്പ് മോയ്സ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പ്രൈമർ പറ്റുമെങ്കിൽ ഇടുക. നമ്മൾ ഏത് മേക്കപ്പിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് സ്കിൻ പ്രൊട്ടക്ഷൻ കിട്ടും. പ്രൈമർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മേക്കപ്പിന് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിന് എന്താ പറയുക, ഇത്രയും വലിയ ഹൈ കെമിക്കലിൽ നിന്നും സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് പ്രൈമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രൈമർ യൂസ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫെയർനെസ് ക്രീമൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ സാധാരണ ക്രീമൊക്കെ അപ്ലൈ ചെയ്യില്ല, അതുപോലെ പെട്ടെന്ന് എടുത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് ശരിക്കും നമ്മളുടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള പോർസസ് എല്ലാം തന്നെ, നമ്മളുടെ സെൽസ് എല്ലാം പെട്ടെന്ന് തന്നെ ഡാമേജ് ആക്കാൻ ആണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മുടെ സ്കിൻ ഭയങ്കര ഡാമേജ്ഡ് ആയി പോകും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിലൊക്കെ ഫൗണ്ടേഷൻ ഞാൻ പേഴ്സണലി പറയുവാണ്. അതല്ലാതെ എപ്പോഴും നമ്മൾ മിക്കവരും ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഡെയിലി ബേസിലൊക്കെ ചെയ്താൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും, ഒത്തിരി മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ആ ഒരു രീതിയിലൊന്നും എടുക്കരുത്. മാക്സിമം നമ്മൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, സൺസ്ക്രീൻ ഉണ്ട്, മാറ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്, അതുപോലെ ടിൻറ്റഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്താലും നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടും, അതുപോലെ ഞാൻ നേരത്തെ പറയുന്ന പോലെ ടോൺ അപ്പ്
ക്രീംസ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് ഒരിക്കലും ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ കാരണം അത്രയും നമ്മളുടെ കറക്ഷൻസിനെ കവർ ചെയ്യുന്നത് കൂടിയാണ് ഫൗണ്ടേഷൻ. അപ്പോൾ അത്രയും കെമിക്കൽ വരുന്നത് കൊണ്ട് നമ്മൾ ഡെയിലി വൈസ്ലി യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഫൗണ്ടേഷന് 2 രീതിയിൽ നോക്കാം. ഒന്ന് നമുക്ക് നോർമൽ മേക്കപ്പിനും അതല്ലാതെ HD മേക്കപ്പിന് വേണ്ടിയിട്ട്, അതായത് ഹൈ ഡെഫിനേഷൻ, അതായത് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ കുറേ ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലും നമുക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളൊരു സിമ്പിളായിട്ട് ഒരു മേക്കപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ, ഒരു നോർമൽ മേക്കപ്പൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ, അതായത് മെബ്ലൈൻ്റെ പ്രൊഡക്റ്റ് കുഴപ്പമില്ല. നമ്മളൊരു സിമ്പിൾ മേക്ക് ഓവർ, നമുക്ക് ഒരുപാട് കവറേജ് ഒന്നും വേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കാം. അതുപോലെ നൈക്ക ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് നമ്മൾ കുറേ സമയം നിൽക്കുന്നു, കുറച്ച് വലിയൊരു ഫങ്ഷനാണ്, അപ്പോൾ നമുക്ക് കുറച്ച് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യണം, നമ്മളെ ഫേസിൽ ഒരുപാട് കറക്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം തന്നെ മാക്സിമം നമുക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈ ഡെഫിനിഷൻ മേക്കപ്പിലേക്ക് കുറച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഇപ്പോൾ ഞാൻ കുറച്ചൊന്നും ഫൗണ്ടേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും എന്താ പറയുക, ഇനിയും അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ മാക്സിമം എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ പാക്കിൻ്റെ പ്രൊഡക്റ്റാണ്. സോ പാക്കിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ, ഒരു നോർമൽ ബഡ്ജറ്റുമാണ്, പ്ലസ് നമുക്കൊരു എല്ലാവർക്കും ആവശ്യമാണല്ലോ നല്ലപോലെ നമ്മളൊരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോസി ആയിരിക്കണം, സ്കിൻ ഭയങ്കര ഒരു ഗ്ലോ ആയിരിക്കണം, നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലാസ് ഫിനിഷിങ് പോലെയൊക്കെ ഒരു ഗ്ലോസി ലുക്ക് കിട്ടണം, ഫ്ലോലെസ് ആയിരിക്കണം മേക്കപ്പ് എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു പറ്റുന്ന ഒരു എന്താ പറയുക ഒത്തിരി വലിയ ബഡ്ജറ്റിലല്ലാത്ത ഒരു 1000 റുപ്പീസിനകത്ത് വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് പാക്കിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ കുറേ സമയമൊക്കെ എടുക്കുന്ന ഒരു ഫങ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പാക്കിൻ്റെ ഞാൻ പറഞ്ഞു, ഇതിൽ നമ്മൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് 3 രീതിയിലാണ് നമുക്ക് ഫൗണ്ടേഷൻസ് വരുന്നത് കേട്ടോ. ഇത് ഫെയർ, മീഡിയം, അതുപോലെ തന്നെ ഡീപ്പർ സ്കിൻ ടോണുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഫെയർ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് നോക്കണം. ഇത്രയും നമുക്ക് ചിലപ്പോൾ അത്രയും ഫെയർ ഒന്നും ആവണമെന്നില്ല, അപ്പോൾ നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അതിന് നമ്മളുടെ ഇത് കണ്ടില്ലേ, ഈ ഒരു മീഡിയം കുറച്ചെടുത്ത് മിക്സ് ചെയ്യണം. ചിലവർക്ക് ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു കോർണറിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിതിപ്പോൾ ഫെയറാണ്, ഞാൻ പറഞ്ഞു പാക്കിൻ്റെ ആണ് കേട്ടോ. അതൊരു നല്ലൊരു ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, മാക്സിമം റിസൾട്ട് കിട്ടും. അപ്പം നോക്കൂ, നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ബ്രൈഡ്സിന് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പാക്കിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ബ്രൈഡ്സും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ബേസ് അപ്ലിക്കേഷനല്ല ഇത് കൊടുക്കുന്നത്. ബ്രൈഡ്സിനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രീം ഫൗണ്ടേഷൻ ഇടും, അതിന് ശേഷമാണ് നമ്മൾ ഗ്ലോസി ലുക്ക് കിട്ടാനും ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സെൽഫ് മേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു മേക്കപ്പൊക്കെ ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് അത്രയും കവറേജ് വേണ്ടാത്ത കൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു ബ്രൈഡിനെ ഒരുക്കുന്ന രീതിയിലുള്ള കവറേജ് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് എടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് എടുക്കരുത്, വളരെ ലൈറ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നമ്പർ 1.4 ആണ് കേട്ടോ. ഞാൻ ഫെയറിൻ്റെയാണ് എടുത്തേക്കണം. ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കണ സമയത്ത് നമ്മളുടെ സ്കിന്നിന് കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി വേണം ചെയ്യാൻ. ചിലവർക്ക് 2 എണ്ണം മിക്സ് ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. ഫെയർ സ്കിന്നിൻ്റെയാണ് 1.4 ആണ് വരുന്നത്. സോ ഇത് ഫെയർ സ്കിന്നുകാർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഫെയറിനേക്കാളും കുറച്ച് താഴെ നിൽക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീഡിയം ഒരു കുറച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഇത് എടുക്കുന്ന പോർഷൻ്റെ 1/3 ഈ ഒരു മീഡിയം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഒന്നാമത് ഫൗണ്ടേഷനൊന്നും അത്ര ഞാൻ യൂസ് ചെയ്യുന്ന ആളല്ലാത്ത കൊണ്ട്
എനിക്കതിനോട് അത്രയ്ക്ക് താല്പര്യമല്ല, പക്ഷേ എന്നാൽ പോലും ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിത് ഈ ഒരു 1.4 ഫെയർനെസ് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. ഞാൻ ഇതിനി മീഡിയം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അറിയണ്ട അതിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ എൻ്റെ സ്കിന്നിനേക്കാളും ഇത് കുറച്ച് താഴെയാണ് നിൽക്കുന്നത്, അത് അറിയുന്നില്ലല്ലോ, താഴേക്കാണ് പോകുന്നത്. അപ്പോൾ അത് എനിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എനിക്ക് ഈ 1.4 ആണ് PSCയുടെ ഓക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 3.3 ആണ് നമ്പർ വരുന്നത് കേട്ടോ. 3.3 PSCയുടെ എടുക്കാവുന്നതാണ്. നല്ലൊരു ഗ്ലോസി ഫിനിഷിങ് കിട്ടും. പിന്നെ ഇത് HD ഫൗണ്ടേഷനും കൂടിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് നല്ലപോലെ ഡീപ്പറാണ് വരുന്നത് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഒട്ടും ഓക്കെ ആവില്ല. നോക്കൂ, എൻ്റെ സ്കിന്ന് ഓക്കെ ആവില്ല. കുറച്ച് ഡീപ്പർ സ്കിൻ ടോണുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ നോക്കൂ, കണ്ടോ എന്ത് ഗ്ലാസ് ഫിനിഷിങ്ങാണ്. ഞാനിത് ഫുള്ളും ഫേസിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടോ, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് കേട്ടോ. നല്ല ഒരു ഫ്ലോലെസ് ആയിരിക്കും. ഈ ഒരു ഞാനതാ പറഞ്ഞ ഒരു ഗ്ലാസ് ലുക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞു, നല്ല ഷൈനിങ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഇതാണല്ലോ, നമുക്ക് മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിരിക്കണം, ഈ ഒരു ഗ്ലാസ് ഫിനിഷിങ് കിട്ടണം എന്നുള്ളത്. അതിന് നമുക്ക് ഇത് സൂപ്പർബായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. PSC നോർമലി മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു ഭയങ്കര ഒരു ഗ്ലോ കിട്ടണം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണ്. അപ്പോൾ ഞാനിത് ഫേസിൽ എൻ്റെ ആദ്യം അപ്ലൈ ചെയ്ത് നോക്കിയത് ഫെയർ ആയിരുന്നു. പിന്നെ ഞാൻ മീഡിയം ജസ്റ്റ് ഒന്ന് നോക്കി, ഇത് കുറച്ചും കൂടെ ഡീപ്പർ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഡീപ്പ് സ്കിൻ ടോണിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ഭയങ്കര സൂപ്പർബായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് പറ്റുമെങ്കിൽ ഈ മീഡിയം കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ ടോൺ നാച്ചുറലായിട്ട് ഒന്ന് അപ്പ് ചെയ്യും. അത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ലിഫ്റ്റിംഗ് കിട്ടും. അപ്പോൾ ഇത് എടുക്കുക, ഇതിൻ്റെ കൂടെ നമ്മളിത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/3 ഈ ഒരു മീഡിയം ടോണും കൂടി യൂസ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും. അതുപോലെ നല്ല ഫെയർ അല്ലാത്തവരാണ്, നോർമൽ ഫെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1/3 നമുക്ക് ഈ ഒരു മീഡിയം ടോൺ എടുക്കാം. അപ്പോൾ അതും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫെയറിൻ്റെ വരുന്നത് 1.4 ആണ്, ഇത് വരുന്നത് 3.3 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഡീപ്പർ സ്കിന്ന് വരുന്നത് 5.0 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫൗണ്ടേഷനെ കുറിച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും പ്രൊഡക്റ്റ് എന്നോട് ചോദിക്കാറുണ്ട് കുറച്ച് നല്ലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇത് കണ്ടില്ലേ, ഈ ഒരു ഷൈനിങ്ങും ഈ ഒരു ഫ്ലോലെസ്സും നല്ലപോലെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ കൂടുതലും ഈ ഒരു പാക്കിൻ്റെ കുറേ എടുക്കാറുണ്ട്. കാരണം ഇത് റിസൾട്ട് നല്ലതായതുകൊണ്ട് എടുക്കാറുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് സെൽഫ് മേക്കപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് നിങ്ങൾക്ക് ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. അതല്ല, നമുക്ക് ചിലവർക്ക് 2 ഫൗണ്ടേഷൻ വേണ്ടി വരും കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്താലായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് 2 ഫൗണ്ടേഷൻ എടുക്കുക. അതല്ലാത്തവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ നോക്കി എടുക്കുക. പിന്നെ ഒരുപാട് ഡീപ്പർ സ്കിൻ ടോൺ ആരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് മീഡിയം കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ 3 ഫൗണ്ടേഷൻസും ഇതാണ് വരുന്നത്. കണ്ട, മീഡിയം, ഫെയർ, ഡീപ്പർ, ഇത് 3 വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.
അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക. നമ്മളെപ്പോഴും നല്ല പ്രൊഡക്റ്റ്, നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുള്ളൂ. ഉപയോഗിച്ചിട്ട് എല്ലാവരും തന്നെ അറിയിക്കുക. അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, മേടിച്ചോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.